ടെക് ലോകത്തെ വാർത്തകൾ. താരിഫ് പരിഷ്കാരത്തിന് പിന്നാലെ ഇന്ത്യക്കെതിരെ വീണ്ടും ട്രംപ്. ഇത്തവണ IT മേഖലയെ ലക്ഷ്യമിട്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കം. US IT കമ്പനികളിൽ നിന്നും ഇന്ത്യൻ IT കമ്പനികളിലേക്ക് നടത്തിവരുന്ന ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കാൻ ട്രംപ് ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇന്ത്യയിലേക്കുള്ള IT ഔട്ട്സോഴ്സ് തടയാൻ ട്രംപ് ശ്രമിക്കുന്നതായി US വലതുപക്ഷ ആക്ടിവിസ്റ്റായ ലോറ ലൂമർ കഴിഞ്ഞ ദിവസം X പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച കുറിപ്പിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് വെളിപ്പെടുത്തൽ ശരിവെക്കും വിധത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗമല്ല ലോറ ലൂമർ. US IT കമ്പനികൾ തങ്ങളുടെ ജോലികൾ ഇന്ത്യൻ കമ്പനികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് തടയാൻ ട്രംപ് ആലോചിക്കുന്നുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിന് വേണ്ടി ഇനി 2 അമർത്തേണ്ടി വരില്ല, ലോറ എക്സിൽ കുറിച്ചു. ട്രംപ് ഭരണകൂടം തീരുമാനം നടപ്പിലാക്കിയാൽ ഇന്ത്യൻ IT മേഖലയ്ക്ക് ഇത് വൻ തിരിച്ചടിയാകും. US IT സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഔട്ട്സോഴ്സ് കരാറുകളെ വളരെയധികം ആശ്രയിക്കുന്ന ഇന്ത്യയിൽ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് റിപ്പോർട്ട്. വൻതോതിൽ തൊഴിൽ നഷ്ടത്തിലേക്ക് ഇത് നയിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനങ്ങളോ വിവരങ്ങളോ ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എല്ലാ വിദേശ വിദൂര തൊഴിലാളികൾക്കും ഔട്ട്സോഴ്സിംഗിനും താരിഫ് ഏർപ്പെടുത്തണമെന്ന് അമേരിക്കൻ ആക്ടിവിസ്റ്റ് ജാക്ക് പോസോബിക് എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ പോസ്റ്റ് വൈറ്റ് ഹൌസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ റീപോസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തൊഴിലുടമകളെ ശരിയായ ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കുന്ന ഉദ്ദേശത്തോടെ പുതിയ AI അധിഷ്ഠിത പ്ലാറ്റ്ഫോം അവതരിപ്പിക്കാനൊരുങ്ങി OpenAI. OpenAI ജോബ്സ് പ്ലാറ്റ്ഫോം എന്നായിരിക്കും ഈ സേവനത്തിൻ്റെ പേര്. OpenAIയുടെ ആപ്ലിക്കേഷൻ CEO ഫിജി സിമോയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത്. തൊഴിൽദാതാക്കളുടെയും ഉദ്യോഗാർത്ഥികളുടെയും ആവശ്യങ്ങൾ തമ്മിലുള്ള പൊരുത്തം കണ്ടെത്താൻ AIയുടെ സഹായം തേടുകയാണ് ഈ പദ്ധതി. ചെറുകിട വ്യവസായങ്ങൾക്കും പ്രാദേശിക ഭരണകൂടങ്ങൾക്കും വേണ്ടിയുള്ള സൗകര്യങ്ങളും ഉണ്ടാകുമെന്ന് സിമോ വ്യക്തമാക്കി. നിലവിൽ ജനപ്രിയമായ കോർപ്പറേറ്റ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കായ ലിങ്ക്ഡിൻ സഹസ്ഥാപകനായ റീഡ് ഫോർമാൻ OpenAIയിലെ ആദ്യകാല നിക്ഷേപകനായിരുന്നുവെന്നത് ശ്രദ്ധേയമാണ്. കൂടാതെ OpenAIയിലെ ഏറ്റവും വലിയ നിക്ഷേപകരിൽ ഒരാളായ മൈക്രോസോഫ്റ്റ് തന്നെയാണ് ലിങ്ക്ഡിന്റെ ഉടമസ്ഥൻ. ChatGPTക്ക് പുറത്ത് AI സാധ്യതകൾ അന്വേഷിക്കുകയാണ് OpenAI. വിവിധ ആപ്ലിക്കേഷനുകളുടെ ചുമതല ഫിജി സിമോയ്ക്കാണ്. ജോബ്സ് പ്ലാറ്റ്ഫോമിനൊപ്പം ഒരു വെബ് ബ്രൗസർ സോഷ്യൽ മീഡിയ സേവനവും അവതരിപ്പിക്കാനും ശ്രമം നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ന് രാത്രി ഇന്ത്യയടക്കം ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും ഉൾപ്പെടെ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമാകും. ഇന്ത്യൻ സമയം രാത്രി 8:58 ഭൂമിയുടെ നിഴൽ ചന്ദ്രന്മേൽ വീണ് തുടങ്ങും. 5 മണിക്കൂറും 27 മിനിറ്റും നീണ്ടു നിൽക്കുന്നതാണ് ഗ്രഹണ പ്രക്രിയ. ഇന്ന് രാത്രി നടക്കുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ചുവന്ന ചന്ദ്രൻ ദൃശ്യമാകും. രാത്രി 10 മണിക്ക് ശേഷമാണ് കേരളത്തിൽ ഉൾപ്പെടെ ചുവന്ന ചന്ദ്രനെ കാണാൻ കഴിയുക. ജ്യോതിശാസ്ത്ര കൂട്ടായ്മ ആസ്ട്രോ കേരളയുടെ നേതൃത്വത്തിൽ പൂർണ്ണ ചന്ദ്രഗ്രഹണം ആസ്വദിക്കുന്നതിന് ചന്ദ്രോത്സവം 2025 എന്ന പേരിൽ ചാന്ദ്ര നിരീക്ഷണ പരിപാടി നടത്തുന്നുണ്ട്. സംസ്ഥാനതല പരിപാടി കോട്ടയം പാറേച്ചാൽ ബൈപ്പാസിലാണ് നടക്കുക. പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ ചുവന്ന നിറത്തിലാവുന്ന പ്രതിഭാസത്തെയാണ് ബ്ലഡ് മൂൺ അഥവാ രക്തചന്ദ്രൻ എന്ന് വിളിക്കുന്നത്. സൂര്യനും ചന്ദ്രനിടയിൽ ഭൂമി വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം. ഈ സമയത്ത് ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ പൂർണ്ണമായി മറയ്ക്കുന്നുവെങ്കിലും സൂര്യപ്രകാശത്തിന്റെ ഒരു ഭാഗം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുമ്പോൾ അപവർത്തനത്തിനും വിസരണത്തിനും വിധേയമാകുന്നു. തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ്, നീല, പച്ച നിറങ്ങൾ അന്തരീക്ഷത്തിലെ സൂക്ഷ്മകണങ്ങളിൽ തട്ടി പൂർണ്ണമായും വിസരണത്തിന് വിധേയമാകുന്നതിനാൽ ഈ നിറങ്ങൾ ചന്ദ്രനിൽ പ്രതിഫലിക്കുന്നില്ല. അതേസമയം തരംഗദൈർഘ്യം കൂടിയ ഓറഞ്ച്, ചുവപ്പ് നിറങ്ങൾ വിസരണത്തിനധികം വിധേയമാകാതെ ചന്ദ്രനിൽ പതിക്കുകയും പ്രതിഫലിച്ച് നമുക്ക് കാണാനാകുകയും ചെയ്യും. ഇതുമൂലമാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ പൂർണ്ണമായും അപ്രത്യക്ഷമാകാതെ മങ്ങിയ ചുവന്ന നിറത്തിൽ ദൃശ്യമാകുന്നത്. അനുകൂല കാലാവസ്ഥയാണെങ്കിൽ ഞായറാഴ്ച രാത്രി 10 മുതൽ ചന്ദ്രഗ്രഹണം കാണാം. ഇന്ത്യ, ചൈന, ജപ്പാൻ, പടിഞ്ഞാറൻ ഓസ്ട്രേലിയ, യൂറോപ്പ്, ആഫ്രിക്ക, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ ഇത് ദൃശ്യമാകും. ചന്ദ്രഗ്രഹണം ഏകദേശം 82 മിനിറ്റോളം നീണ്ടു നിൽക്കുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.